ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വറ്റൽമുളക് ഇടിച്ച ബീഫ് റോസ്റ്റ്. അതിനായിട്ട് ഞാൻ 1 കിലോ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോ ഇറച്ചിക്ക് 4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങാക്കൊത്ത്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പൊടിച്ചെടുത്ത വറ്റൽമുളക്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അന്നേരം നന്നായിട്ട് വാടി വരും. അല്ലെങ്കിൽ ഇറച്ചിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ ഇച്ചിരി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊടിച്ചു വെച്ച 3 സ്പൂൺ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. രണ്ട് സ്പൂൺ മസാലപ്പൊടി. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ചേർത്താൽ മതി. 1 സ്പൂൺ മല്ലിപ്പൊടി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. മസാലയുടെ നമ്മൾ ഇട്ടതിൻ്റെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. വെള്ളം കുറച്ചുണ്ട്, അത് വറ്റാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വറ്റൽമുളകിട്ട ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ബീഫ് റോസ്റ്റ്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.